കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ശശി തരൂർ വീണ്ടും വിദേശത്തേക്ക്. 2 ആഴ്ച നീളുന്ന വിദേശ സന്ദർശനത്തിനാണ് പുറപ്പെടുന്നത്. വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിലാണ് യാത്ര. ഇവരുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര. കാരണം കുറേ ദിവസങ്ങളായി, മാസങ്ങളോളം ആ ഒരു ശീതസമരം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം ഈ സന്ദർശനത്തിന്റെ യാത്രയുടെ വിശദാംശങ്ങൾ കൂടി. വളരെ രസകരമായ രാഷ്ട്രീയം ശശി തരൂർ ഇപ്പോൾ പയറ്റുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നേരത്തെ ഒരു 3 മാസം മുമ്പ് ശശി തരൂർ രാഹുൽ ഗാന്ധിയെ കണ്ട സമയത്ത് കൊടുത്ത ഉറപ്പ് പാർട്ടിക്ക് വിരുദ്ധമായി പ്രസ്താവനകളോ പ്രവർത്തനങ്ങളോ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഘത്തെ നയിച്ചുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുന്ന തരത്തിൽ എന്ന് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ വളരെയധികം ഇന്ത്യയുടെ സ്റ്റാൻഡ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശശി തരൂരിന് സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ തിരിച്ചു വന്ന് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും കാണാൻ സമയം തേടുകയും ചെയ്തു. ഇരുവരെയും കണ്ട് പിന്നെയും ഒരു മഞ്ഞുരുക്കത്തിലേക്കാണോ എന്ന് തോന്നിച്ചിടത്താണ് ഇപ്പോഴിതാ ശശി തരൂർ വീണ്ടും പറക്കാനൊരുങ്ങുന്നു വിദേശ രാജ്യങ്ങളിലേക്ക്. അത് ഒഫീഷ്യൽ സന്ദർശനമാണ് അദ്ദേഹത്തിൻ്റേത്. ഇന്ത്യൻ പാർലമെന്റിന്റെ വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിലാണ് അദ്ദേഹം യാത്ര നടത്താൻ പോകുന്നത്. 2 ആഴ്ച നീളുന്ന വിദേശയാത്രയാണ് ശശി തരൂരിന് നിശ്ചയിച്ചിട്ടുള്ളത്. UK, റഷ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് അദ്ദേഹം സന്ദർശനം നടത്താൻ പോകുന്നത്. നയതന്ത്ര കൂടിക്കാഴ്ചകളും ഈ യാത്രയുടെ ഭാഗമായി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു സ്ഥലത്ത് നിൽക്കുകയും കോൺഗ്രസ് അതിനെ അതിശക്തമായി എതിർക്കുമ്പോഴും അതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം തുടർന്നും പയറ്റുകയാണ് ശശി തരൂർ. പക്ഷേ ഇതിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് തൽക്കാലം ഇതിനോട് പ്രതികരിക്കേണ്ട എന്നുള്ളതാണ്. പ്രതികരിച്ചാൽ അതും ശശി തരൂർ ആയുധമാക്കാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നുണ്ട്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.